ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരാഴ്ചയായി സോഷ്യൽ മീഡിയയും പത്രമാധ്യമങ്ങളും ഒക്കെ വളരെയധികം ആഘോഷപൂർവ്വം കൊണ്ടാടിയ ഒരു വിഷയമായിരുന്നു ഹണി റോസും ബോച്ചയും തമ്മിലുള്ള വിഷയം. അപ്പോൾ ബോച്ച ഇപ്പോൾ ജാമ്യം കിട്ടി പുറത്ത് വന്നു. ഹണി റോസിൻ്റെ കരിയർ രണ്ടായി ഡിവൈഡ് ചെയ്യപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. 2025 ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന രീതിയിൽ. അതിന് പറയാനുള്ള കാരണം, ഒന്ന് റിലീസ് ചെയ്യാനിരുന്ന ഫിലിമിൻ്റെ റിലീസിങ് ഡേറ്റ് മാറ്റി. രണ്ടാമത്, ഇനി ഉദ്ഘാടന മാമാങ്കത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ മെൻസ് അസോസിയേഷൻ അത് തടയിടും എന്ന് ചാണകവെള്ളം തളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇനി എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ഏറ്റെടുക്കുമ്പോൾ നമുക്കത് ഒന്ന് മടിച്ച് അല്ലെങ്കിൽ ഒന്ന് വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ ഹണി റോസിന് സ്വാതന്ത്ര്യത്തോടുകൂടി ഇനി ഒരു പ്രോജക്റ്റ് ഏറ്റെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊന്നാണ് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം, അല്ല രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒന്നെന്ന് പറയുന്നത്, ഡബിൾ മീനിങ് സംസാരിക്കുന്നത്. ഡബിൾ മീനിങ് സംസാരിക്കാത്ത ഒരു ഫ്രണ്ട്സ് ഇടങ്ങളുണ്ടോ എന്ന് എനിക്കൊരു സംശയമാണ്. സുഹൃത്തുക്കളുടെ ഇടയിൽ എല്ലാവരും ഡബിൾ മീനിങ് സംസാരിക്കുന്നവരാണ്. കാരണം ഞാനെന്ന വ്യക്തിയിലൂടെ ഡബിൾ മീനിങ്ങിന് ഞാൻ അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയൊരു വിഷയമാണ്, ബിഫോർ മാരേജ് എനിക്ക് ഡബിൾ മീനിങ് സംസാരിക്കുമ്പോൾ ദേഷ്യം വരുമായിരുന്നു. ആ സ്ഥലത്ത് നിന്ന് ഞാൻ എണീറ്റ് പോകുമായിരുന്നു. ഞാൻ ക്ലാസ്സിൽ പോയി കുട്ടികളോടെ ഇരിക്കുമായിരുന്നു. പക്ഷേ ആഫ്റ്റർ മാരേജ് കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞതിന് ശേഷം ഡബിൾ മീനിങ്ങിനെ ഞാനും എൻജോയ് ചെയ്യാൻ തുടങ്ങി. ഞാനും എന്തെങ്കിലും അത്യാവശ്യമൊക്കെ പറയും എന്നതാണ് ഒരു സത്യമാണ് അതൊക്കെ. അപ്പോൾ ഡബിൾ മീനിങ് ഇല്ലാത്ത ഫ്രണ്ട്സ് ഇടങ്ങളില്ലാന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് സ്വാതന്ത്ര്യം ഉണ്ടാകുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഡബിൾ മീനിങ് ഒക്കെ സംസാരിക്കും. ഓക്കെ, അത് നമുക്ക് പേഴ്സണലായിട്ട് അത് തീർക്കാമായിരുന്നു. ഇത്ര വലിയൊരു വിഷയം കേരളത്തിലെന്നല്ല, ലോക മലയാളികളുടെ ഇടയിൽ തന്നെ ഒരു ചർച്ചാ വിഷയമാകാനും ചേരിതിരിയാനും അത് കാരണമായി എന്നുള്ളതാണ് ഒരു സത്യം. അങ്ങനത്തെയുള്ള സന്ദർഭങ്ങൾ ആക്ച്വലി നമ്മൾ ഒഴിവാക്കണം. നമുക്ക് വിമർശിക്കാം, നമുക്ക് പറയാം, എല്ലാം ചെയ്യാം. നമ്മുടെ ആശയങ്ങൾ തമ്മിൽ മാത്രമുള്ള അത് മാത്രം വ്യക്തികൾ തമ്മിൽ ഒരിക്കലും സംഘടന ഉണ്ടാകാതിരിക്കുക. നമ്മൾ വ്യക്തികൾ തമ്മിലുള്ള ശത്രുത ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഒരുപാട് പേരെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ ആശയങ്ങൾ തമ്മിലുള്ള സംഘടനകളിൽ മാത്രം ഇടപെടുക, വ്യക്തികൾ തമ്മിൽ ഒരിക്കലും ആ സംഘടനകളിൽ ഏർപ്പെടാതിരിക്കുക. നമുക്ക് ഒരു ചെറിയ ജീവിതമല്ലേ, അത്രയും ജീവിച്ചു പോയിക്കൂടെ സന്തോഷത്തോടെ. ഹണി റോസിനെ സപ്പോർട്ട് ചെയ്ത കുറച്ച് ആൾക്കാർ പറഞ്ഞു, വസ്ത്രം ധരിക്കുന്നത്, ഏത് വസ്ത്രം ധരിക്കണമെന്ന് അവനവനല്ലേ തീരുമാനിക്കുന്നതെന്ന്. ഇതിനു മുമ്പും ഇത്തരം വിഷയങ്ങൾ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ രാജ്യത്തിൽ സ്വാതന്ത്ര്യമുണ്ട്. എന്ത് ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യമല്ല, എല്ലാ സ്വാതന്ത്ര്യത്തിനും നിയന്ത്രണങ്ങളുമുണ്ട്. നമുക്ക് ഉച്ചഭാഷിണി ഉപയോഗിക്കാം. പകൽ ഉപയോഗിക്കുമ്പോൾ 1 ഡെസിബലാണ്, രാത്രി ഉപയോഗിക്കുമ്പോൾ 1 ഡെസിബലാണ്. വീടുകളിൽ, പൊതുനിരത്തുകളിൽ, സ്ഥാപനങ്ങളിൽ ഒക്കെ ഓരോരോ ഡെസിബൽ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ മാത്രമേ പെരുമാറാൻ പാടുള്ളൂ. പെരുമാറ്റച്ചട്ടങ്ങളുണ്ട്. എല്ലാ സ്വാതന്ത്ര്യത്തിനും നിയന്ത്രണങ്ങളും നിയമങ്ങളുമുണ്ട് എന്നും കൂടെ മനസ്സിലാക്കണം. വെറുതെ നമുക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല നമുക്ക് തന്നത്. നമുക്ക് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാത്ത, സമൂഹത്തിനോ രാജ്യത്തിനോ ദോഷമോ മറ്റുള്ളവർക്ക് അലോരസമുണ്ടാക്കുന്ന രീതിയിലുള്ള ഏത് സ്വാതന്ത്ര്യത്തിനെയും നിയന്ത്രിക്കാനുള്ള നിയമങ്ങളും വകുപ്പുകളും ഒക്കെ ഉണ്ട്. ആ ഒരു കാര്യം കൂടെ എല്ലാവരും മനസ്സിലാക്കണം. എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല, കിട്ടിയ സ്വാതന്ത്ര്യത്തെ മിസ്യൂസ് ചെയ്യാതിരിക്കുക. എനിക്കിപ്പോൾ എന്തെങ്കിലും ചെയ്യണം, ഞാൻ കുറച്ച് ബോംബ് ഒന്ന് പൊട്ടിക്കാം, എനിക്ക് അവിടെ ജംഗ്ഷനിൽ കൊണ്ട് കുറച്ച് ബോംബ് പൊട്ടിക്കാമെന്ന് ഞാൻ വിചാരിച്ചാൽ അത് സാധിക്കുമോ? എനിക്ക് ബോംബ് ഉണ്ടാക്കിയിട്ട് പൊട്ടിക്കാൻ സ്വാതന്ത്ര്യമില്ലേ? അങ്ങനെയാണോ? അല്ലല്ലോ. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണങ്ങളും നിയമങ്ങളും ഉണ്ട് എന്നൊരു സത്യം കൂടെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. എല്ലാവരും സന്തോഷമായിരിക്കുക. പരസ്പരം ശത്രുക്കളെ ഉണ്ടാക്കാതിരിക്കുക. കുഞ്ഞു ജീവിതമല്ലേ, നമുക്ക് സന്തോഷത്തോടെ മരിക്കാം. ഓക്കെ, താങ്ക് യു, ബൈ.